ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഒത്തിരി ദിവസമായി ഒരു ലഞ്ച് വ്ളോഗ് ഇട്ടിട്ട്. ഓണമൊക്കെ അല്ലായിരുന്നോ, അതിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ലഞ്ച് വ്ളോഗ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നൊരു ലഞ്ച് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അയില മീനാണ് കിട്ടിയത്. നല്ല ലാഭമുണ്ടായിരുന്നു ഇന്ന് അയില മീൻ. 2 കിലോ അയില മീൻ മേടിച്ചിട്ടുണ്ട്. കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ. ഇന്ന് കുറച്ച് കറി വയ്ക്കാൻ എടുത്ത് കുറച്ച് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. ആദ്യമേ ചട്ടി അടുപ്പയിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു. എളുപ്പ പണിക്കായിട്ടാണ് മിക്സിയിൽ ഞാൻ ക്രഷ് ചെയ്തെടുത്തത്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇന്നത്തെ കുറച്ച് മുളക് പൊടിയാണ് ഇനി ഇടുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇച്ചിരി തിളച്ച വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ വെള്ളം തിളപ്പിച്ച് അതിലേക്കൊന്ന് കുതിർത്ത് വെച്ചിരുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ. എന്നിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുളക് പൊടിയുടെ ആ കൂട്ടുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. എന്നിട്ട് നമുക്കിനി അതിലേക്ക് വേണ്ട പുളി ചേർക്കാം. വടക്കം പുളിയാണ് ഞാൻ ചേർത്തത്. നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് വെള്ളത്തോട് തന്നെ ഒഴിച്ചു കൊടുത്തു. നന്നായി മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ കറി ഒന്ന് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം മീനിട്ടാൽ മതി. ആദ്യമേ നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മീനങ്ങ് പൊടിഞ്ഞു പോകും. അയില മീനാണല്ലോ, വലിയ മാംസത്തിന് വലിയ കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് കറി ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ മീനിട്ട് കൊടുത്തത്. മീൻ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് പെരക്കിയാണ് ഇട്ടത്. വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്താൽ കറിക്ക് ഒരുപാട് വെള്ളമാവും. പിന്നെ ഒരുപാട് നേരം ഇട്ട് നമ്മൾ വേവിക്കണം. അപ്പം നമ്മുടെ മീനൊക്കെ വെന്ത് ഉടഞ്ഞ് ഒരു പരുവമാകും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുത്ത് ഇനി നമ്മുടെ മീൻ അവിടെ നിന്ന് വേവട്ടെ. ഇതാണ്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ വീട്ടിലെ കറിവേപ്പിലയാണ്. കുഞ്ഞു കറിവേപ്പാണ്. അതിനു വേണ്ടി ഇലയൊന്നുമില്ല. പുറത്തുനിന്നുള്ള കറിവേപ്പില മേടിക്കാറില്ല. 2 ഇല ഞാൻ പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ചെറുതീയിൽ അവിടെ ഇരുന്ന് വറ്റിക്കോട്ടെ. കുറച്ച് നേരം വറ്റി കഴിയുമ്പോൾ നമുക്കെടുക്കാം. തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ കറി സിമ്മാക്കി വയ്ക്കും. ഇനി കുറച്ച് നേരം സിമ്മിലിരുന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ ഇല്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ നോക്കി ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് പിന്നെ നമുക്കൊരു ടേസ്റ്റായിട്ട് തോന്നത്തില്ല. എല്ലാം പാകത്തിന് ചേർത്തിട്ട് മീനിട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. പൊടിയാതെ തന്നെ നമുക്ക് മീൻ കിട്ടും. നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയിലയൊന്ന് വറുത്തെടുക്കാം. 3-4 പീസ് അയില ഞാൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മീൻ വറുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത് മാത്രമേ ചേർത്തുള്ളൂ. ഇനി നന്നായി നമുക്കൊന്ന് പുരട്ടി യോജിപ്പിച്ച് വയ്ക്കാം. വിനാഗിരിയോ നാരങ്ങ നീരോ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. വെറുതെ ഒന്ന് കുഴച്ച് വയ്ക്കുന്നു. കുറച്ച് നേരം നമുക്കത് കുഴച്ച് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കുഴച്ച് മാറ്റി വെച്ചാൽ അത്രയും ടേസ്റ്റ് മീനകത്തൊക്കെ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് പിടിക്കും. എന്നിട്ട് നമുക്കത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കുറച്ച് എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണയിൽ ഒഴിച്ചാൽ മതി. ഒരടുപ്പയിൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും വറക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഓരോ മീനായിട്ട് നമുക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. പീസാക്കിയാണ് ഞാൻ വറുക്കുന്നത്. ഒരയില മുഴുവനോടെ ആണെങ്കിൽ അങ്ങനെയും വറുക്കാം. ഞാൻ മുറിച്ച് ആണ് വറുത്തെടുക്കുന്നത്. അപ്പം നമ്മുടെ അയില മീൻ അവിടെ ഇരുന്ന് വറുക്കട്ടെ. തിരിച്ചും മറിച്ചും ചെറുതീയിലിട്ട് നമുക്ക് നന്നായി നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാം. കണ്ടോ, മീനിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. മറു സൈഡും അതുപോലെ തന്നെ ഞാൻ മൂപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു എറിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയും പൻപയറോടാണ് എറിശ്ശേരി വയ്ക്കുന്നത്. മത്തങ്ങയുടെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കഴുകിയെടുത്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്കതിന് വേണ്ട വൻപയർ എടുക്കാം. അത് ഞാൻ കുറച്ച് മുമ്പ് തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഒരു 2-3 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വൻപയർ വെന്ത് കിട്ടും. മൊത്തത്തിലങ്ങ് വൻപയർ വേവിക്കേണ്ട. ഒരു 3/4 വേഗമാകുമ്പം നമുക്കതിലേക്ക് മത്തങ്ങയോടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ വെന്ത വൻപയറിലേക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 വേവായിട്ടേ ഉള്ളൂ മത്തങ്ങ. അപ്പോൾ ഇനി ഒരു വിസിലൂടെ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയും വെന്ത് കിട്ടും. മത്തങ്ങയും പച്ചമുളകും കൂടെ വൻപയറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. ആ കുക്കറിൽ തന്നെയാണ് ചേർക്കുന്നത്, വേറെ പാത്രമൊന്നും എടുത്തിട്ടില്ല. വൻപയറിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് ഒരു വിസിലൂടെ കേൾപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങ ഇറശ്ശേരി ഇവിടെ റെഡിയാകും. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി എന്നിവ നന്നായി അരച്ച് പേസ്റ്റാക്കിയതാണ്ട് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞും പോയിട്ടില്ല, എന്നാൽ അരയാതെ ഇരുന്നിട്ടില്ല. തേങ്ങ കടിക്കാതിരിക്കാൻ വേണ്ടി ഒരുവിധം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് താണ്ട നമ്മുടെ മത്തങ്ങ വൻപയർ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചതിലേക്ക് നമുക്ക് ഇനി കടുക് വറുത്ത് ചേർക്കണം. കടുക് വറുക്കുന്നത് തേങ്ങാവാണ് നമ്മൾ പ്രധാനമായി ഇറശ്ശേരിക്ക് ചേർക്കുന്നത്. തേങ്ങ, വറ്റൽമുളക്, കടുക്, ചെറിയ ഉള്ളി എന്നിവയെല്ലാം മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ച് വൻപയറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. മത്തങ്ങ എരിശ്ശേരിയുടെ രുചി കൂട്ടുന്നത് ഏതാണ്? തേങ്ങ വറുത്തിടുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുകൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. പിന്നെ തേങ്ങയും ചേർത്ത് നന്നായി വറുത്ത് എരിശ്ശേരിയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചമോര് എടുക്കാൻ ആരോടും പറയേണ്ട കാര്യമില്ല. തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ പച്ചമോര് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. ഇന്ന് വലിയൊരു ഊണൊന്നുമല്ല, ചെറിയൊരു ഊണ്. അപ്പോൾ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ട് കൊടുത്തു. ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. നമുക്ക് എന്ത് വേണോ അത്രയും ചോറിട്ട് കൊടുക്കാം. ഞാൻ 2-3 തവി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മത്തങ്ങ ഇറശ്ശേരി അതിലേക്ക് വിളമ്പി കൊടുക്കാം. പിന്നെ ഒരു ഫിഷ് ഫ്രൈയേ വെച്ചിട്ടുള്ളൂ, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം മതി, ഒന്നേ കഴിക്കൂ. അതുകൊണ്ട് ഒരു മീനും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം മീൻ കറി, അയില കഷ്ണം തന്നെയാണ്, അതുകൊണ്ട് ഒരു കഷ്ണമേ എടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ള ചാറ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പച്ചമോര് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. താങ്ക്